ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു അഡീനിയം ചെടിയാണ്. വളരെ പ്രത്യേകതയുള്ളൊരു അഡീനിയം പൂവാണ്. ഈ അഡീനിയത്തിൻ്റെ ഇത് ചെടി ചെറുതാണ്, 2-3 മാസം ആയതേ ഉള്ളൂ ഞാനിത് വാങ്ങിയിട്ട്. പക്ഷേ അത് അത്ര നല്ലപോലെ അങ്ങ് വളർന്നില്ല. മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ വളർച്ചയൊന്നും മുരടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാമെന്ന്. നമ്മൾ പറയത്തില്ലേ, സ്വർണത്തിന് സുഗന്ധമുണ്ടായാലുള്ള കാര്യം, അതുപോലെ സ്വർണം തന്നെ ഭംഗിയാണ്, അതിന് മണവും കൂടെ ഉണ്ടെങ്കിലോ. അതുപോലെയാണ് അഡീനിയം. ഈ അഡീനിയം എല്ലാ അഡീനിയം പൂക്കൾക്കും എല്ലാ അഡീനിയം പൂക്കളും അതിസുന്ദരങ്ങളാണ്. അതിന് മണവും കൂടെ ഉണ്ടെങ്കിലോ. ഈ ഒരെണ്ണത്തിന് മണമുള്ള പൂക്കളാണ്. എന്തിൻ്റെ മണമാണ് എന്ന് ചോദിച്ചാൽ നല്ല മണമാണ്. മസാലയുടെ മണമാണോ, അങ്ങനെ എന്തോ ഒരു മണമാണ്. പക്ഷേ നല്ല മണമുള്ള പൂക്കളാണ്. നല്ല ഭംഗിയില്ലേ, എന്തെല്ലാം കളറുണ്ടെന്ന് നോക്കിയതിനകത്ത്. ക്രീമുണ്ട്, പിങ്കുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ചെറിയ മണവും ഉണ്ട്. അത് തന്നെ ചെറിയ മണം. അപ്പം സ്വർണ്ണത്തിന് സുഗന്ധം കിട്ടുന്നത് പോലെയാണ് അഡീനിയം പൂക്കൾക്ക് മണവും കൂടെ കിട്ടിയാലുള്ള അവസ്ഥ. ഇത് ഇന്ന് വിരിഞ്ഞതേ ഉള്ളൂ പൂവ്. ഇന്നാണത് ഫുള്ളായിട്ട് വിരിയുന്നത്. ഈ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളായിരുന്നു. അടുത്ത മുട്ടൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ആവേശം അങ്ങ് പോയാലോ എന്ന് വെച്ച് ഞാനിപ്പം വീഡിയോ എടുക്കുകയാണ്. നമ്മൾ ഭംഗിയുള്ള അഡീനിയം പൂക്കളെ കണ്ടിട്ടുള്ളൂ, പക്ഷേ മണമുള്ളത് അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ചെറിയ പ്ലാന്റാണ്. പക്ഷേ ഞാൻ നട്ട പാത്രം ഇത്തിരി വലുതായിപ്പോയി. അന്ന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ചെടിച്ചട്ടിയൊന്നും ഇല്ലായിരുന്നു. കുറേ ചെടികൾ വാങ്ങിച്ച കൂട്ടത്തിൽ വാങ്ങിച്ച് തരണമാണിത്. അപ്പോൾ ഞാനിത് ഈ വലിയ ചെടിച്ചട്ടിയിലായിപ്പോയി നട്ടത്. അതിൻ്റെ ഒരു കുഴപ്പമാണോ എന്നറിയില്ല. ഇത് അങ്ങനെ ഭംഗിയായിട്ട് വളർന്നിട്ടില്ല. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ എൻ്റെ ഈ അഡീനിയം പൂ കാണാൻ. നോക്കിക്കേ.